രാവിലെ കാപ്പി കുടി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അടുക്കളയിലെ കലാപരിപാടികളിലേക്ക് കടന്നു. ഈ മീനിൻ്റെ പേരെന്താണെന്നറിയോ? ഇതിൻ്റെ പേരാണ് മുരൽ. അല്ല, നിങ്ങൾക്ക് അറിയായിരിക്കും. ഇന്നിവിടെ മുരലാണ്. എനിക്ക് ഈ മീൻ ഇഷ്ടമല്ല കേട്ടോ. ഇതിനും ചാളയ്ക്കൊക്കെ ഒരു ടൈപ്പാണ്. വൈ എനിക്ക് ഈ മീൻ ഇഷ്ടമല്ല. അവിയലാണ്. അവിയലിന് മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ മീനിനും അവിയലിനും തോരത്തിനും ഒക്കെ തേങ്ങ തിരുവാന്ന് വിചാരിച്ചു. മറ്റേ കുളിച്ച് കൊറിയൊക്കെ തൊട്ട് അടുക്കള കയറുന്ന ടൈപ്പല്ല ഞാൻ. അതിൻ്റെ രൂപം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, നിൻ്റെ മുഖം എപ്പോഴും ഇങ്ങനെ ഇരിക്കണമെന്ന്. ഇതെൻ്റെ സ്ഥായി ഭാവമാണ്. എൻ്റെ ഫേസ് ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. അങ്ങനെയല്ല കേട്ടോ, എൻ്റെ ഫേസിൻ്റെ ഒരു സ്ഥായി ഭാവമാണ്. എപ്പോഴും ഇങ്ങനെ എൻ്റെ മുഖം ഇരിക്കുള്ളൂ. പിന്നെ ഇത് തോരത്തിന് ക്യാരറ്റാണ്. ഇവിടെ കൂടുതലും ക്യാരറ്റ്, ബീട്രൂട്ട് അല്ലെങ്കിൽ കോവയ്ക്കായിരിക്കും. കോവയ്ക്ക ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. ഞാൻ എൻ്റെ തൊലി ചെത്തി കളയണം ചെയ്യുന്നത് കേട്ടോ. അതിങ്ങനെ പരണ്ടൂല. കാര്യം ചെത്തി കളയുന്നതാണ് എനിക്ക് കൂടുതൽ എളുപ്പം. പിന്നെ ബാക്കി ടൈപ്പ് തോരനൊക്കെ വയ്ക്കും. പക്ഷെ ഞാൻ ഇതേ കൂട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ പോകുന്ന ദിവസമായിരിക്കും അമരയ്ക്ക തോരനൊക്കെ വയ്ക്കുന്നത്. മുറിയൊന്ന് പേടിച്ചിട്ട് വളരെ ശ്രദ്ധിച്ചാണ് ഞാൻ ചെത്തുന്നത്. കാരണം നമ്മൾ ചെത്തുന്നതുകൊണ്ട് തന്നെ ക്യാരറ്റ് പോകാനും പാടില്ലല്ലോ. ഇതാണ് എളുപ്പപ്പണി. ഈ ചോപ്പറിലിട്ട് പെട്ടെന്ന് അടിച്ചെടുക്കുക. ഇന്ന് രാവിലത്തെ ലഞ്ച് ബോക്സിനാണോന്ന് വിചാരിച്ചു വരുന്നത്. പക്ഷേ സമയം കിട്ടിയില്ല. അത് അരിഞ്ഞ ഉടനെ തന്നെ ഞാനിതങ്ങ് അടുപ്പിലാക്കും കേട്ടോ തോരൻ. ഞാൻ പിന്നെ അത് വെച്ചുകൊണ്ടൊന്നും ഇരിക്കില്ല. ഞാനിങ്ങനെ എല്ലാം അരിഞ്ഞ് വെച്ചിട്ട് അടുപ്പിലാക്കുന്ന ടൈപ്പല്ല. ആദ്യം എന്തരിയോ അതങ്ങ് അടുപ്പിലാക്കും. ഇന്ന് മീൻ ഞാനാണ് കണ്ടിച്ചത്. ഈ മീൻ കണ്ടിക്കാൻ വലിയ പാടൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കണ്ടിച്ച വൃത്തിയല്ലെന്ന് പറഞ്ഞാൽ രണ്ടാമത് അമ്മ ഇന്നത് വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവിയൽ റെഡിയായി, മീൻകറി റെഡിയായി. മീൻകറി വെച്ചത് അമ്മയാണ്. അതിനുശേഷം അടുക്കളയൊക്കെ വൃത്തിയാക്കി ഞാൻ അടുക്കളയ്ക്കകത്ത് ഇറങ്ങി. ഓക്കെ, ബൈ.